أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. രണ്ടാമത്തെ ജുസു തുടങ്ങുന്നത് സയഖൂലു സുഫഹ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെയാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ കുറേ ആയത്തുകളുണ്ട്. ഏകദേശം 1-2 പേജുകളിലായിട്ട് ഈ വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിയമങ്ങളും, പരിശുദ്ധ ഖുർആൻ്റെ മുഴുവൻ നിയമങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ മേൽ കൊണ്ടുവന്ന് നിശ്ചയിക്കുകയല്ല ചെയ്തത്. അതൊരിക്കലും പ്രാക്ടിക്കലുമല്ല. ഒരു സമുദായത്തെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി, അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മതത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും ഒറ്റയടിക്ക് ഒറ്റ തവണയായിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകില്ല. പിന്നെ വിധങ്ങളുടെ ബിഅ്സത്തിൻ്റെ ലക്ഷ്യം തന്നെ തങ്ങൾ യത്ലു അലൈഹിം ആയാത്തിഹി വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾ ഖുർആൻ മനസ്സിലാക്കാൻ വിചാരിച്ചാലും നടക്കില്ല. അത് പൂർണ്ണമാകില്ല. മാത്രമല്ല, അത് വഴികേടിലായി പോവുക തന്നെ ചെയ്യും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് തങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്താണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസിൽ വരുന്നുണ്ട്, നബിതങ്ങളുടെ സ്വഭാവം എന്നത് അത് പരിശുദ്ധ ഖുർആനാണ്. ചുരുക്കത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായിട്ടാണ് ആ ഉമ്മത്തിനെ ഓരോരോ നിയമങ്ങൾ അള്ളാഹു തങ്ങൾക്ക് ആയത്തിലൂടെ വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്നതുമുണ്ട്. വഹി അല്ലാതെയും, വഹി എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൻ്റെ വഹി മത്ലൂ എന്ന് പറയും, ഓതപ്പെട്ട വഹി. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഹി കൊടുക്കുന്നുണ്ട്. ഇതിന് ഗൈർ മത്ലൂവായ വഹി എന്ന് പറയും. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി അവരോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഖുർആൻ്റെ ഭാഗമല്ല എന്ന് മാത്രം. പക്ഷെ അതും അള്ളാഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ജുസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഇസ്മായിലി പരമ്പരയിൽ നിന്നാണ് എന്ന്. അപ്പോൾ ഇസ്മായിലി പരമ്പരയിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ട് അവരുടെ ഖിബില കഅബത്തുള്ളയാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചേർന്ന് പണിഞ്ഞ ഖിബില എന്നത് കഅബത്തുള്ളയാണ്. അപ്പോൾ ആ കഅബത്തുള്ളയിലേക്ക് തിരിഞ്ഞാണ് മുസ്ലിമീങ്ങൾ നമസ്കരിക്കേണ്ടത്. മക്ക ജീവിതത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നമസ്കരിച്ചത്. എന്നാൽ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ജൂതന്മാരാണ്. അവിടെ ഉണ്ടായിരുന്നവർ കൂടുതലും ജൂതന്മാരാണ്. അപ്പോൾ ജൂതന്മാർക്കൊരു മെസ്സേജ് നൽകണം. എന്ത്? എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം ഒന്നാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക എന്നതുകൊണ്ട് അതിനെ ആരാധിക്കലല്ല ഉദ്ദേശം. ഇപ്പോൾ കഅബത്തുള്ളാഹി തിരിഞ്ഞ് നിസ്കരിച്ചാൽ കഅബത്തുള്ളാഹി നമ്മൾ ആരാധിക്കുന്നവരാകില്ല. ബൈത്തുൽ മുഖദ്ദസിനെ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ ആരാധിക്കുന്നവരല്ല, മറിച്ച് ആരാധിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റബ്ബായ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അവൻ്റെ നിർദ്ദേശം എവിടെ തിരിഞ്ഞ് നിസ്കരിക്കാനാണോ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 17 മാസക്കാലം മദീനയിൽ വന്ന സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഖുർആൻ്റെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു പറയുന്നുണ്ട്, താങ്കൾ വമാ ജഅൽനൽ ഖിബലത്തല്ലതി കുൻത അലൈഹ ഇല്ലാ ലിനഅലമ, നമ്മൾ താങ്കൾക്ക് നിശ്ചയിച്ചു തന്ന ഖിബില, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ ഖിബില താങ്കൾക്കത് നിശ്ചയിച്ച് തന്നത് ഇന്ന കാരണത്തിന് വേണ്ടിയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അത് നിശ്ചയിച്ചു തന്നു എങ്കിൽ അത് ഖുർആനിൽ കാണണ്ടേ? പക്ഷേ ഖുർആനിൽ അതില്ല. അപ്പോൾ വഹി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അല്ലാത്ത വഹിയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്.
അപ്പോൾ ആ വഹിയിലൂടെയാണ് കിബില മാറാനുള്ള നിർദ്ദേശം നൽകുകയും ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്തത്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നെങ്കിലും തങ്ങൾക്കറിയാമായിരുന്നു ഈ കിബില ഇത് താൽക്കാലിക കിബിലയാണ്, ഇത് മാറും, കാബത്തുള്ളയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള നിർദ്ദേശം വരും എന്ന് താങ്കൾക്കറിയുമായിരുന്നു. അതുകൊണ്ട് തങ്ങൾ വഹി പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശഭാഗത്തേക്ക് നോക്കുമായിരുന്നു. അതും ഈ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിലൂടെ നമുക്ക് എന്ത് കാണാൻ കഴിയും. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ 16-17 മാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബില തിരിച്ച് കഅബത്തുള്ളാഹിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ മുഅ്മിനീങ്ങളെല്ലാവരും കഅബത്തുള്ളാഹിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്ത് തിരിഞ്ഞ് നമസ്കരിച്ചത്. മസ്ജിദ് ബനൂ സലമയിൽ ഒരു ജനാസ നിസ്കാരത്തിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാൻ പോയ ളുഹറിൻ്റെ സമയത്താണ് ഖിബില എന്ത് ചെയ്തത്, തിരിയാനുള്ള നിർദ്ദേശം വന്നത്. ആ ളുഹറിൻ്റെ 2 റക്അത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലാണ് തിരിഞ്ഞ് നിസ്കരിച്ചത്. 2 റക്അത്ത് കഅബത്തുള്ളാഹിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന അവസ്ഥ. ആ നിസ്കാരത്തിൻ്റെ ഇടയിലാണ് ഈ വഹി വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്താണ്. അപ്പോൾ ഈ ആയത്തിനകത്ത് ജൂതന്മാർ എന്ത് ചെയ്തു, തിരിച്ച് പ്രപങ്കണ്ട അവർ മെനയുകയുണ്ടായി. കണ്ടോ, ഒരു നിലനിൽപ്പില്ല. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കിബില തിരിഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഇത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കിബില വന്നു, ഇനി പതുക്കെ പതുക്കെ നമ്മുടെ മതത്തിലേക്ക് ദാ മുഹമ്മദ് വരും എന്ന് അവരെന്ത് ചെയ്തു, പ്രചാരണം അഴിച്ചുവിട്ടു. പിന്നെ തിരിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കള്ളപ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങി. പക്ഷേ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഇതിലൂടെ ഉറക്കുകയാണ് ചെയ്തത്. കാരണം ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ തിരിഞ്ഞ് നമസ്കരിക്കുന്നത് ഒരിക്കലും ആ വസ്തുവിനെ ആരാധിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് മഗ്രിബാണെങ്കിലും മശ്രിഖാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും നമ്മൾ അള്ളാഹുവിനെയാണ് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഏതാണോ, എങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് തിരിയുക എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാമെന്നല്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉണ്ടാകണം, എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നമസ്കരിക്കുക എന്നതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന പാഠം. അപ്പോഴിതുവരെ ഒരു മനുഷ്യൻ്റെ വിജയം എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് എന്ന് ടോട്ടലായ രീതിയിൽ പരാമർശിച്ചു. ഇനി ഈ ജുസുവിൻ്റെ ബാക്കിയുള്ള ഭാഗം ഓരോരോ വിഷയങ്ങളെ, ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ ആഖിറത്തിൽ അവൻ വിജയിയാകാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണോ ഉള്ളത്, അത് ഓരോന്നും വെവ്വേറെ വിഷയങ്ങളായി തന്നെ പ്രധാനപ്പെട്ടതിൽ ഓരോരോ വിഷയങ്ങളെയും പരിശുദ്ധ ഖുർആൻ ഇനി ഈ ജുസുവിൻ്റെ അവസാനം വരെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ അതിൽ അവൻ്റെ വിശ്വാസം, അത് ഉറപ്പിക്കുന്ന വിഷയം, പിന്നെ അവൻ്റെ സാമ്പത്തികം, അത് ഹലാലായിരിക്കണമെന്ന വിഷയം, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഇടപാടുകൾ, പിന്നെ അവൻ്റെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി, അതുപോലെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ എല്ലാം തന്നെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, പ്രത്യേക സാഹചര്യത്തിൽ ജിഹാദുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പൂർത്തിയാക്കുക, ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളെ കൃത്യമായി അത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം, എങ്ങനെയായിരിക്കണം നമ്മളത് ഉൾക്കൊള്ളേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരിച്ചുള്ള ഓരോരോ കാര്യങ്ങളാണ് ഈ ജുസുകളിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് മക്ക മുശ്രിക്കീങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന തെറ്റായ പ്രവർത്തികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളിൽ സഫ മറുവ. ഇപ്പോൾ സഫ മറുവയിൽ സഈ ചെയ്യുന്നത് ഹജ്ജിൻ്റെ മനാസിക്കിൽപ്പെട്ടതാണ്. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ 2 വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. മൊത്തത്തിൽ കഅബത്തുള്ളാഹിലും എല്ലായിടത്തും വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്ത് ചെയ്യുമായിരുന്നു, സഈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇസ്ലാം വന്നതിന് ശേഷം സഹാബാക്കൾക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായി, ഇതിപ്പോൾ വിഗ്രഹങ്ങൾക്കാണോ നമ്മൾ സഈ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്നുള്ള ആയത്തിലൂടെ സഫ മർവ എന്നത് അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അത് ആ വിഗ്രഹങ്ങളുടെ പേരിലല്ല യഥാർത്ഥത്തിൽ അവിടെ സഈ നടന്നത്, മറിച്ച് അതിൻ്റെ പിറകിൽ വലിയ ചരിത്ര സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഹാജർ ഇസ്മായിൽ അലൈഹിസ്സലാം, അവരുടെ ആ ത്യാഗ പരിശ്രമവും അവരുടെ ജീവിതത്തിലുണ്ടായ ആ ത്യാഗവും അള്ളാഹുവിൻ്റെ സഹായവും ആ ജീവിതത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഹജ്ജിൻ്റെ മനാസിക്കിൽ അതിനെല്ലാം ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വിഗ്രഹാരാധനയുമായിട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ചടങ്ങുകളും അതിലില്ല. അതുകൊണ്ട് അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള
ആയത്. അടുത്തതായിട്ട് ഖിസാസുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഒരാളെ കൊല്ലുകയാണ് എങ്കിൽ അവർ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മഹത്വവും സ്ഥാനമൊക്കെ നോക്കിക്കൊണ്ട് ഖിസാസ് നടപ്പിൽ വരുത്തുകയുള്ളായിരുന്നു. അപ്പോൾ ഒരു ഉയർന്ന കുലജാതിയിൽപ്പെട്ട ഒരാൾ, ഉയർന്ന സാമ്പത്തിക ശേഷിയും മറ്റുമുള്ള ഉയർന്ന കുടുംബവും പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ തിരിച്ചെന്ത് ചെയ്യും? സാധാരണ അവരിൽ 2 പേരെ അതിന് പകരമായിട്ട് കൊല്ലണം എന്നെന്ത് ചെയ്യും? പറയും. ഇതുപോലെ തന്നെ അവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊല്ലുകയാണ് എങ്കിൽ പകരം സ്ത്രീയെ കൊല്ലില്ല, മറിച്ച് പുരുഷനെ തന്നെ ഞങ്ങൾക്ക് കൊല്ലണമെന്ന് പറയും. ഇതുപോലെ തന്നെ അവിടെ ആ കുടുംബ മഹിമയും മഹത്വവുമൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു ഒരാൾക്ക് പകരം എത്ര പേരെ കൊല്ലണം അല്ലെങ്കിൽ ആരെ കൊല്ലണം എന്നൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷെ പരിശുദ്ധ ഇസ്ലാം വന്നുകൊണ്ട് ഖിസാസിൻ്റെ രൂപം, നീതി ഈ ദുനിയാവിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നീതി നടപ്പിൽ വരുത്തണമെങ്കിൽ ഒരാളെ മനഃപൂർവ്വം കൊല്ലുകയാണ് എങ്കിൽ, മനഃപൂർവ്വം ഒരാൾ മറ്റൊരാളെ വധിക്കുകയാണ് എങ്കിൽ തിരിച്ച് വധിച്ച ആൾ, അതാരും ആകട്ടെ, അത് സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, വധിച്ച ആളെ തിരിച്ചെന്ത് ചെയ്യും? വധിക്കും. ഇപ്പോൾ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലും ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇസ്ലാമിൽ വന്ന് ഒരു ഇളവുള്ളത് ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർക്ക് ബ്ലഡ് മണി വാങ്ങിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാനുള്ള അനുവാദവുമുണ്ട്. വധിച്ച ആൾക്ക് അവർക്ക് ആവശ്യപ്പെടാം, ബ്ലഡ് മണി ആവശ്യപ്പെട്ടുകൊണ്ട് ആ പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്കിടെ ഖിസാസ് എടുക്കാതെ കൊന്നയാളിൽ നമ്മൾ മാപ്പാക്കി കൊടുക്കുന്നൊരവസ്ഥ. ഇത് രണ്ടാലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നീതി എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത്? പ്രത്യേകിച്ച് ഖിസാസ്. ഇപ്പോൾ ഖിസാസിൽ സ്വാഭാവികമായിട്ട് വധശിക്ഷ നടപ്പിൽ വരുത്തുക എന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവന് പകരം അടുത്ത ജീവൻ എടുക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും, ഒരു ഭീകരമായ ഒരു വിഷയമായിട്ട് തോന്നുമെങ്കിലും ഒരിക്കലും അതങ്ങനെയല്ല. കാരണം ഖിസാസിൽ ജീവിതമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. എങ്ങനെയാണ്? കാരണം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഞാൻ ഒരാളെ കൊല്ലുകയാണെങ്കിൽ തിരിച്ച് ഞാൻ കൊല്ലപ്പെടും. എന്നെ നീതിപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും വധശിക്ഷ നടപ്പിൽ വരുത്തുകയും ചെയ്യും എന്ന ഭയം ഒരാൾക്കുണ്ട് എങ്കിൽ പിന്നെ ആരും ഈ കർത്തവ്യത്തിന് മുതിരുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ജീവിതമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഈ നീതി നടപ്പിലാക്കണം. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ അത് നീതിപൂർണമായിരിക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതിയിലായിരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് വസിയത്തുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ്. ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമം, അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ നിയമങ്ങളും അവതരിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യ സമയത്ത് വസിയത്ത് ചെയ്യാനായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. മരണമാസന്നമാകുന്ന ആൾ തൻ്റെ മാതാപിതാക്കൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി വസിയത്ത് ചെയ്യണമായിരുന്നു. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ മരിച്ച ആളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ പെൺമക്കൾക്കൊന്നും അനന്തരാവകാശത്തിൽ യാതൊരു സ്വത്തും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വസിയത്ത് ചെയ്യാനുള്ള നിർദ്ദേശം കുടുംബക്കാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി വസിയത്ത് ചെയ്യാനുള്ള നിർദ്ദേശം ആദ്യം വന്നു. പിന്നെ പരിശുദ്ധ ഇസ്ലാമിലെ പരിശുദ്ധ ഖുർആൻ തന്നെ ഈ എങ്ങനെയാണ് അത് വസിയത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കൃത്യമായി വീതിക്കേണ്ടത് എന്ന് വറാസത്തിൻ്റെ ആയത്തിലൂടെ അത് നിർദ്ദേശിക്കുകയുണ്ടായി. അത് അടുത്ത് വരുന്ന ജുസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു വിഷയമാണ് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. പരിശുദ്ധ റമളാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണെന്നും അതുകൊണ്ട് ആ മാസം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് എന്ന് ആദ്യം നിർബന്ധമാക്കിയിരുന്നില്ല. ആദ്യം കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ആദ്യം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ നോമ്പ് പിടിക്കുക, അല്ലാത്തവർ ഫിദിയ കൊടുക്കുക എന്ന നിർദ്ദേശമായിരുന്നു വെച്ചത്. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ നിർബന്ധമായിട്ടും യാതൊരു കാരണവും ഇല്ലാത്തവർ, പ്രത്യേകിച്ച് യാത്രക്കാരോ രോഗികളോ ആണെങ്കിൽ അവർ നോമ്പ് പിടിക്കേണ്ടതില്ല. അതല്ലാതെ
പ്രത്യക്ഷമായി യാതൊരു കാരണവും ഇല്ലാത്തവർ നിർബന്ധമായും ഈ മാസം നോമ്പ് പിടിച്ചിരിക്കണം എന്നുള്ള ആ നിർദ്ദേശം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അതിനുശേഷമുള്ളത് നമ്മുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സമ്പാദ്യം ഹലാലായിരിക്കണം, മറ്റുള്ളവരുടെ സ്വത്ത് അധർമ്മമായി നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹജ്ജിൻ്റെ നിയമങ്ങളാണ് വളരെ പ്രതിപാദിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, ഹജ്ജിൽ ഒരു വ്യക്തി ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുകയും ഹജ്ജ് ചെയ്യാൻ പറ്റാതെ പോവുകയും ഇഹ്റാം കെട്ടി ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ ഹജ്ജ് ചെയ്യാൻ പറ്റാതെ ചില തടസ്സങ്ങൾ നേരിട്ടാൽ എന്ത് ചെയ്യണം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ മാസങ്ങൾ ഏതൊക്കെയാണ്, ഈ ഹജ്ജിൻ്റെ സമയത്ത് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ തർക്കം പാടില്ല, അനാവശ്യ വർത്തമാനം പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത വിഷയത്തിൽ അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഭാഗമാണ് മദ്യം ഹറാമാക്കി എന്ന് പറയുന്ന വിഷയം. അപ്പം മദ്യവുമായി ബന്ധപ്പെട്ടും ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം ഹറാമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ചില ആയത്തുകൾ നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ക്രമമനുസരിച്ചല്ല അവതരിച്ചത് വ്യത്യസ്തമായി അവിടെ പല സന്ദർഭത്തിൽ ആദ്യം ഇറങ്ങിയ ആയത്തായിരിക്കും ചിലപ്പോൾ ഖുർആൻ്റെ അവസാന ഭാഗത്തുണ്ടാകുക, എന്നാൽ അവസാനം ഇറങ്ങിയ ആയത്തുകളായിരിക്കും ആദ്യ ഭാഗത്തുണ്ടാകുക. അപ്പോൾ ചില ആയത്തുകളിലൂടെ മദ്യം ഘട്ടം ഘട്ടമായിട്ട്, അപ്പോൾ ആദ്യം മദ്യം എന്നത് ലഹരിയുള്ള വസ്തുക്കൾ ഒരു നല്ല ഭക്ഷണമല്ല എന്നൊരു സൂചന ആദ്യം നൽകുന്നു. രണ്ടാമത് പറയുന്നത് നിങ്ങൾ അതിനകത്ത് ഉപകാരങ്ങളുണ്ടെങ്കിലും ഉപദ്രവമാണ് കൂടുതൽ എന്നുള്ള ആയത്തിലൂടെ അതിനൊന്നും കൂടെ കടുപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പിന്നെ നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ, നമസ്കാരം ഇബാദത്തുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ നിങ്ങളിത് കുടിക്കരുത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നു. നാലാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും മദ്യം ഹറാമാക്കി. അപ്പോൾ അതിലെ ഒരു ഘട്ടം, അതിനകത്ത് ഒരുപാട് പ്രയോജനങ്ങളില്ല, പ്രയോജനം വളരെ കുറവാണ്, അതിനകത്തുള്ള ഉപദ്രവവും ഒക്കെയാണ് കൂടുതലുള്ളത് എന്നുള്ള ആയത്താണ് ഈ സന്ദർഭത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ ഭാഗത്ത് ഉള്ളത്. ഇനിയുള്ള ആയത്തുകളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ് വിവാഹം. ആരെയൊക്കെ വിവാഹം ചെയ്യാം? ഇപ്പോൾ വിവാഹം ചെയ്യുന്ന രണ്ട് പേര് തമ്മിൽ പരസ്പര രഞ്ജിപ്പും യോജിപ്പും ഉണ്ടായിരിക്കണം. കാരണം ഒരു വിവാഹം എന്നത് പരസ്പര ധാരണയിലും പരസ്പര യോജിപ്പിലും അവരുടെ ജീവിതത്തിലുടനീളം ഇടയ്ക്ക് വെച്ച് കുറച്ച് കാലത്തേക്കുള്ളതല്ല, മറിച്ച് അവർ മരണപ്പെടുന്നത് വരെ പരസ്പരം യോജിച്ച് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആദർശപരമായും ആശയപരമായൊക്കെ പരസ്പരം യോജിപ്പുള്ളവർ തമ്മിൽ വിവാഹം നടന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം എളുപ്പമാകൂ. അതുകൊണ്ട് തന്നെ ഒരു അമുസ്ലിം വിവാഹം ഇസ്ലാം എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. അത് പാടില്ല. മുസ്ലിമും അതുപോലെ തന്നെ മുശ്രിക്കുമായുള്ള വിവാഹം പാടില്ല. എന്നാൽ ദൈവവിശ്വാസമുള്ള അഹ്ലെ കിതാബുമായിട്ട് ഉള്ള വിവാഹം അത് അനുവദനീയമാണ് എന്നും, അഹ്ലെ കിതാബ് എന്ന് പറഞ്ഞാൽ യഹൂദി നസാറാക്കൾ, ഇവരുമായുള്ള വിവാഹം അനുവദനീയമാണ്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ ഫുഖഹാക്കൾ എന്തെല്ലാം നിബന്ധനകളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും ഉലമാക്കൾ പറയുന്നുണ്ട്, ആശയപരമായി പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാനും ഉടലെടുക്കാനും സാധ്യതയുള്ളതും നല്ലതല്ല. എന്നാലും ഇസ്ലാം ബഹുദൈവാരാധകരല്ലാത്ത ആൾക്കാരുമായുള്ള വിവാഹ ബന്ധം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മുശ്രിക്കീങ്ങളുമായുള്ള വിവാഹം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? പാടില്ല എന്നുള്ള വിഷയമാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ബന്ധപ്പെട്ട് ഭാര്യ ഭർത്തൃ ബന്ധം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന തെറ്റായ കുറേ കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങൾ. അതിലൊന്നാണ് സ്ത്രീ അവരുടെ പീരീഡ് സമയത്ത്, ആർത്തവ സമയത്ത് പൂർണ്ണമായും സ്ത്രീയെ അകറ്റി നിർത്തിയിരുന്നു. അവരുടെ വീടുകളിൽ നിന്ന് പോലും അകറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പരിശുദ്ധ ഇസ്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ആർത്തവ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധം പാടില്ല, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളോ പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നതോ റൂം മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ
ഈ പറയുന്ന ആയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ ഭാര്യ ഭർത്ത ബന്ധം മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അങ്ങനെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി കൃത്യമായിട്ടുണ്ടാകേണ്ടതുണ്ട്. അതിന് തലാക്ക് എന്നുള്ള ഒരു മഹത്തായ ഒരു നിയമം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ്. വിവാഹം കഴിച്ചുപോയി, ഇനി എന്ത് പ്രശ്നം വന്നാലും സഹിക്കുക എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് എങ്കിൽ അത് രണ്ടാൽ ഒരാളുടെ ആത്മഹത്യയ്ക്കോ അല്ലെങ്കിൽ രണ്ടാൽ ഒരാളുടെ കൊലപാതകത്തിലൊക്കെ ചെന്ന് അവസാനിക്കുക. ഇസ്ലാം വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പരസ്പരം പിരിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വെച്ചിരുന്ന ഒരുപാട് നിർദ്ദേശം, അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന തെറ്റായ ഒരുപാട് ആചാരങ്ങൾ, അതിനെ പരിശുദ്ധ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. അപ്പോൾ ആ ആയത്തുകളാണ് പിന്നെയുള്ള ആയത്തുകളായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊന്നാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് തലാക്ക് ചെയ്യുന്ന രൂപം. ജാഹിലിയ കാലഘട്ടത്തിലും ഇതുണ്ടായിരുന്നെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തലാക്ക് ചൊല്ലി ഒഴിവാക്കുക എന്നതല്ലാതെ അവർ ചെയ്തിരുന്നത് ഈ സ്ത്രീ ഇനി വേറൊരാൾ വിവാഹം കഴിക്കാനും പാടില്ല, ഇവരുടെ ജീവിതം നരകിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും, ഒരു തലാക്ക് ചെല്ലും. തലാക്ക് ചെല്ലിയതിന് ശേഷം അന്നത്തെ ആ കാലഘട്ടത്തിൽ 1 വർഷമാണ് ഇദ്ദ. അപ്പോൾ ആ ഇദ്ദ തീരാറാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കും. തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും തലാക്ക് ചെല്ലും. വീണ്ടും 1 വർഷം ഇദ്ദ ഇരിക്കണം. വീണ്ടും എന്ത് ചെയ്യും, തീരാറാകുമ്പോൾ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് വീണ്ടും തലാക്ക് ചെല്ലും. ഇങ്ങനെ അവൾക്ക് മറ്റൊരു ജീവിതവും അനുവദിക്കില്ല. ഈ രീതിയിൽ നരകിപ്പിക്കുന്ന ഒരവസ്ഥ ആ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പരിശുദ്ധ ഇസ്ലാം വന്ന് തലാഖിൻ്റെ നിയമങ്ങൾ പറഞ്ഞു. അപ്പോൾ തലാഖ് എന്താണ്? ഇദ്ദ എന്നത് 3 മാസം. ഗർഭിണികളായ സ്ത്രീകളാണ് എങ്കിൽ അവരുടെ പ്രസവം വരെ എന്നുള്ളതാണ് ഇദ്ദ. അനി ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ ഇദ്ദയിരിക്കുകയാണ് എങ്കിൽ അത് 4 മാസവും 10 ദിവസവും. ഇനി അവരും ഗർഭിണിയാണ് എങ്കിൽ അവരുടെ പ്രസവിക്കുന്നത് വരെ ആണ് ഇദ്ദ. ഇദ്ദയുടെ കാലയളവ് വളരെ കൃത്യമായി നിശ്ചയിക്കുകയും അതുപോലെ തന്നെ തലാഖ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ചെല്ലാം എന്നുള്ള രീതി മാറ്റിക്കൊണ്ട് 3 തവണ മാത്രമേ ഒരാൾക്ക് തലാഖ് ചെയ്യാനുള്ള അവകാശമുണ്ടാവൂ. 1 തവണ തലാഖ് ചൊല്ലുന്നു. ആ തലാഖ് ചൊല്ലിയതിന് ശേഷം അവർ പിന്നെ തോന്നുകയാണ് പ്രശ്നം പരിഹരിച്ചു, ഇനി ഒന്നും കൂടെ ജീവിക്കാമെന്ന് തോന്നിയാൽ തിരിച്ചെടുക്കാം. അത് ഈ 3 മാസത്തിനുള്ളിലായിരിക്കണം. ഈ 3 മാസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പിന്നെ എടുക്കണമെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ വീണ്ടും വിവാഹം കഴിക്കേണ്ടി വരും. വിവാഹം കഴിച്ച് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാം. പക്ഷേ അതിന് സ്ത്രീയുടെ അനുവാദം എന്തായാലും ഉണ്ടായിരിക്കണം വിവാഹത്തിന്. രണ്ടാമത്തെ നിയമം ഇത് തന്നെയാണ്. പക്ഷേ 3ാമത് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ തിരിച്ചെടുക്കാനേ കഴിയില്ല. അത് വിവാഹത്തിലൂടെയും പറ്റില്ല, അല്ലാതെയും തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുകയും ആ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, ആ വിവാഹത്തിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ ആ ഭർത്താവ് ഈ സ്ത്രീയെ തലാക്ക് ചൊല്ലി, അതിന് ശേഷമാണ് തിരിച്ചെന്ത് ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിന് തിരിച്ച് ഇവർ തമ്മിൽ പിന്നെ താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ 3 തലാക്ക് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ഈ സ്ത്രീയെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ആയത്തുകളാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് തലാഖുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയമാണ്, ചർച്ചയിൽ വരുന്നൊരു വിഷയമാണ് കുഞ്ഞിൻ്റെ മുല കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തലാഖിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഭർത്താവായിരിക്കണം ഭാര്യയുടെ ചെലവ് നോക്കേണ്ടത്. അതുപോലെ തന്നെ കുഞ്ഞുണ്ട് എങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന ഭാര്യ തയ്യാറാണ് എങ്കിൽ അതിൻ്റെ ചെലവും ഈ ഭർത്താവ് വഹിക്കണം. ഇനി ഭാര്യ അതിന് തയ്യാറല്ല എങ്കിൽ ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കാനും അനുവാദമില്ല. മറിച്ച് അദ്ദേഹം വേറെ സ്ത്രീകളെ വെച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. പക്ഷേ അവകാശം ആ സ്ത്രീക്കായിരിക്കും. സ്ത്രീ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ പിന്നെ ഭർത്താവിനെ അവരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പിന്നെ ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മഹറുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് മഹർ. സ്ത്രീകൾക്ക് നമ്മളൊരു പുരുഷനൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ കൃത്യമായി മഹർ പറഞ്ഞ് മാന്യമായ ഒരു മഹർ കൊടുത്തു വേണം വിവാഹം കഴിക്കാൻ. അപ്പോൾ ആ മഹർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മഹർ നമുക്ക് തിരിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. അത് സ്ത്രീയുടെ പൂർണ്ണ ഉടമസ്ഥതയിലാണ്.
അതിൻ്റെ പേരിൽ ഇനി വിവാഹബന്ധം ഇവർ തമ്മിൽ പൂർണ്ണമായിട്ടും വിവാഹബന്ധം മുന്നോട്ട് പോകുന്നില്ല, ഭർത്താവ് ഈ സ്ത്രീയെ തലാക്ക് ചൊല്ലിയാലും ഈ മഹർ അത് സ്ത്രീക്കുള്ളതാണ്, അത് ആ സ്ത്രീയിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള അനുവാദം ഉണ്ടാകില്ല. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തലാക്ക് സംഭവിച്ചാൽ പറയപ്പെട്ട മഹറിൻ്റെ പകുതി ഭർത്താവിന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ നിയമങ്ങളാണ് മഹറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമം. അടുത്തത് ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഈ പറഞ്ഞ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഇടയിലെല്ലാം തന്നെ ജിഹാദിൻ്റെ ആയത്തുകൾ പല ആവർത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജിഹാദുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ ജിഹാദിന് വേണ്ടി പൂർണ്ണമായിട്ടും സജ്ജരായിരിക്കണം എന്നുള്ള ആയത്തുകൾ എന്താണ് ജിഹാദ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ പോകരുത്. ഇപ്പോൾ ജിഹാദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇസ്ലാമിൻ്റെ ജിഹാദിനെ എടുത്ത് വിമർശിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ജിഹാദ് ഫിത്തിനയ്ക്കെതിരെയാണ് എന്ന്. ഫിത്തിന എന്ന് പറഞ്ഞ അക്രമത്തിനെതിരെ നിലകൊള്ളുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിഹാദിൽ ഏർപ്പെടുന്ന ഏതൊരു സമുദായമാണോ അക്രമത്തിലുള്ളത്, അപ്പോൾ അവർക്കെതിരെയുള്ള ഏറ്റുമുട്ടലിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ അക്രമത്തിൽ നിലകൊള്ളാത്ത ഒരു സമുദായവുമായിട്ട് ഏറ്റുമുട്ടാൻ നമ്മളോട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുസ്ലിം അമുസ്ലിം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളുമായിട്ട് എപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുശ്രിക്കീങ്ങളുമായിട്ട് ജിഹാദ് ഉണ്ടായിരുന്നു. ഖുലഫായ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ എന്തുണ്ടായിരുന്നു, ഈ ജിഹാദ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളുമായിട്ട് എല്ലാ മുസ്ലിമീങ്ങളുമായിട്ട് ഈ ജിഹാദ് ഉണ്ടായിരുന്നില്ല. നബിതങ്ങൾ മദീനയിൽ പോയ സമയത്ത് മദീനയിലെ ജൂതന്മാരുമായിട്ട് നബിതങ്ങൾ സന്ധിയിലേർപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഖുലഫായ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലും മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് പേരുമായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സന്ധിയിലേർപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പരസ്പര സന്ധിയിലുള്ള ആൾക്കാരുമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ ആ സന്ധിയിൽ പറയപ്പെട്ട നിബന്ധനകൾ പരസ്പരം പൂർത്തീകരിച്ച് അത് പാലിച്ചു പോകുന്ന രണ്ടുപേര് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവരിൽ ഒരാളെ അങ്ങോട്ട് പോയി ആക്രമിക്കാനും പാടില്ല, തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാനും പാടില്ല. ശത്രുക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും ശത്രുവിനെ മറ്റൊരാൾ സഹായിക്കാനും പാടില്ല. അപ്പോൾ ഈ കരാറുകൾ പൂർത്തിയാക്കി പോകുന്നവരുടെ ഇടയിൽ എന്തില്ല, ജിഹാദില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നവർ. ഇപ്പോൾ ഏറ്റുമുട്ടുന്നവരുമായി സ്വാഭാവികമായിട്ടും തിരിച്ച് ഏറ്റുമുട്ടാതെ നമുക്ക് കൈ കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞോടാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏതു സമയത്തും സജ്ജരായിരിക്കണം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ബദറിൻ്റെ സംഭവം നമുക്കറിയാം. മുസ്ലിമീങ്ങളുടെ സമ്പത്ത് എല്ലാം കവർന്നുകൊണ്ട് ഒന്നുമില്ലാതെയാണ് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് വന്നത്. അത്രയും ത്യാഗം മുസ്ലിമീങ്ങൾ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാവോ ആ രീതിയിലെല്ലാം ഉപദ്രവിച്ച് മുസ്ലിമീങ്ങളുടെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന കാഫിരീങ്ങളുമായിട്ടാണ്, മക്കാ മുശ്രിക്കീങ്ങളുമായിട്ടാണ് ബദർ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ബദറിൽ മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്ക് വിജയമുണ്ടായി. അതിനുശേഷം അവർ വീണ്ടും മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്നു. അതാണ് ഉഹുദിൻ്റെ യുദ്ധം. അപ്പം ഇങ്ങനെയുള്ള യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ളവർ ഇസ്ലാമിൻ്റെ വ്യക്തമായ ശത്രുക്കളായിരുന്നു. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിച്ചിരുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ഇല്ലാത്തവരുമായിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. യുദ്ധ സൂറത്തുൽ മുംതഹിനയിൽ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ലാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ. നിങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ, മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കാത്തവർ, അവരോട് നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ പുലർത്തുന്നതിന് ഒരിക്കലും അള്ളാഹു നിങ്ങളെ തടയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആയത്തിൻ്റെ എവിടെയെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് ആരെങ്കിലും കണ്ട ഇസ്ലാമിൽ കാഫിറിനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാനാണ് പറയുന്നത് എന്ന് ഒരിക്കലും അങ്ങനെയല്ല. അത് യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അവരുമായി നമ്മൾ യുദ്ധത്തിലാണ്. നമുക്ക് സന്ധിയില്ല, അവരുമായിട്ട് യാതൊരു സന്ധിയും ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലുള്ള ആയത്തുകളിൽ നിന്നാണ്, ആ സന്ദർഭത്തിൽ നിന്നെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവിടെ നടത്തിയെടുത്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജിഹാദുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു വിഷയമാണ്
ഇനി നമ്മൾ അങ്ങനെ ഒരു ശത്രു സഖ്യം, അതായത് ശത്രു സൈന്യത്തെ നമ്മൾ പരാജയപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഭാഗം നമ്മൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവരെ മതപരിവർത്തനം നടത്താനും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് അവർക്ക് ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, ഒരു അമുസ്ലിമീങ്ങൾക്കാണെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അമുസ്ലിമായി നിന്നുകൊണ്ട് തന്നെ, അവൻ്റെ ആരാധനകൾ നടത്തിക്കൊണ്ട് തന്നെ, അവൻ്റെ ചടങ്ങുകളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്നതിനും തടസ്സമില്ല. ഇതിന് ദിമ്മി എന്നാണ് പറയുന്നത്. അത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർ സാധാരണ രീതിയിൽ മുസ്ലിമീങ്ങൾ സക്കാത്ത്, ഉഷറെല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ ചെലവഴിക്കുമ്പോൾ ഇവർ കൊടുക്കുന്നതിനാണ് ജിസിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ജിസിയ ടാക്സ് അടച്ചുകൊണ്ട് ഒരു മുസ്ലിം സിറ്റിസണായി, മുസ്ലിം രാജ്യത്തിൻ്റെ സിറ്റിസണായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞുകൂടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആരും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ വരില്ല. ആരും അവരുടെ സമ്പത്ത് പിടിച്ചടക്കാൻ വരില്ല. ആരും അവരെ കൊല്ലാനോ ഒന്ന് ഉപദ്രവിക്കാനോ വരില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇസ്ലാമിൻ്റെ കോടതിയിൽ തന്നെ അവർക്ക് വന്ന് കേസ് കൊടുക്കാനും തിരിച്ചതിൻ്റെ നടപടികളും അതിൻ്റെ ശിക്ഷാ നടപടികൾ ഇസ്ലാമിക കോടതി തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു ചിന്താഗതിയാണ് ഇസ്ലാമിൻ്റെ ജിഹാദുമായി ബന്ധപ്പെട്ട വിശാലമായൊരു പാഠമാണ്. വളരെ വിശാലമാണത്. അതിനകത്ത് യാതൊരു രീതിയിലൊരു ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരിക്കലും നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷക്കാലം ഉസ്മാനി ഖിലാഫത്ത്, അതുപോലെ തന്നെ അതിനു മുമ്പ് അബ്ബാസി ഖിലാഫത്ത്, ഇതെല്ലാം 100-200 വർഷം കൊണ്ട് തീർന്നതല്ല. ഇത്രയും കാലയളവ് നിന്നിട്ട് അവിടെ എങ്ങും എന്ത് ചെയ്തിട്ടില്ല, മുസ്ലിമീങ്ങൾ എവിടെയും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇസ്ലാമിലെ ജിഹാദ് ആരെയും പിടിച്ച് മുസ്ലിമാക്കാനുമല്ല, അല്ലെങ്കിൽ കാഫിരീങ്ങളെ കൊല്ലാനുമല്ല, മുസ്ലിം അല്ലാത്തവരെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലുക, ഇതിനാണ് ജിഹാദ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ജിഹാദ് എന്ന് പറഞ്ഞ പവിത്രമായ ആ പദത്തെ ദുർവ്യാഖ്യാനിച്ച് ഇപ്പോൾ അത് വളരെ ഒരു മോശമായൊരു വാക്കായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിൽ മുസ്ലിമീങ്ങൾ കൃത്യമായി അതിനകത്തുള്ള നിബന്ധനകൾ പാലിക്കണമെന്നും, അതുപോലെ തന്നെ ജിഹാദിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരും മടി പിടിച്ചിരിക്കരുത്, അതിനുവേണ്ടി പൂർണ്ണമായും സജ്ജരായിരിക്കണം എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ് ഈ സൂറത്തിൻ്റെ ഈ ജുസുവിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.